പശ്ചിമ ബംഗാൾ അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ദിനത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. രണ്ടാം ഘട്ടവും അവസാന ഘട്ടവുമായ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. വോട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യ 2 മണിക്കൂറിൽ തന്നെ ഒന്നാം ഘട്ടത്തിൽ കണ്ടതുപോലെ തന്നെ സ്ത്രീ വോട്ടർമാരുടെ നീണ്ട നിരയും 19% വോട്ടിംഗ് പാറ്റേണും കടന്നുകൊണ്ടാണ് വോട്ടിംഗ് മുൻപോട്ട് കുതിക്കുന്നത്. നമുക്കറിയാം, വലിയ സംഘർഷഭരിതമാണ് ബംഗാൾ തെരഞ്ഞെടുപ്പ്. ഇതുവരെ വലിയ സംഘർഷങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഹൗറയിൽ ഒരു സംഘർഷം നടന്നിരിക്കുന്നു. നാദിയയിൽ BJPയുടെ ഒരു ഏജന്റിനെ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ ആക്രമിച്ചതായിട്ടുള്ള വാർത്തകളും വരുന്നു. അവർ വലിയ ബോംബ് ഏറോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയൊരു സംഘർഷത്തിലേക്ക് എത്തിയിട്ടില്ല. സാധാരണഗതിയിൽ ബംഗാൾ തെരഞ്ഞെടുപ്പ് എപ്പോഴും സംഘർഷഭരിതമാണ്. വോട്ടെണ്ണലിന് ശേഷം വലിയ രീതിയിലുള്ള പലായനവും കൊലപാതകങ്ങളും കണ്ട് മടുത്ത ഒരു നാടാണ് ബംഗാൾ. അവിടെയാണ് പുതിയ തെരഞ്ഞെടുപ്പ്. മമതാ ബാനർജിയുടെ തട്ടകം. മമതാ ബാനർജിക്ക് വളരെ ശക്തിയുള്ള കേന്ദ്രങ്ങളായ 142 നിയമസഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തവണ ഇവിടെ BJP നേടിയത് ഈ 142-ൽ BJPക്ക് നേടാനായത് കേവലം 18 സീറ്റുകളായിരുന്നു. മമതാ ബാനർജി 124 സീറ്റ് നേടി. പക്ഷേ ഇത്തവണ BJPക്ക് ഇവിടെ വലിയ വിജയം നേടിയേ കഴിയൂ. കുറഞ്ഞത് 50 സീറ്റ് നേടിയാൽ മാത്രമേ ഭരണത്തിലേക്ക് അവർക്ക് ചുവടുവെക്കാൻ കഴിയൂ. അങ്ങനെ നേടാൻ കഴിയുമെന്ന് തന്നെ BJP കരുതുന്നു. കാരണം ഈ സ്ത്രീ വോട്ടർമാർ അതിനൊരു തെളിവായിട്ടാണ് ചില പ്രാദേശിക BJP നേതാക്കൾ പറയുന്നത്. ഏതായാലും വലിയ രീതിയിൽ തന്നെ ബംഗാൾ പ്രതികരിക്കുന്നു. മാറ്റത്തിന് തുടക്കം കുറിക്കുവാനുള്ള വോട്ടെടുപ്പിലേക്ക്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.